മിസ്റ്റർ ഇലക്ട്രോണിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നെനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഏറെ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു വാൽവ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ആംപ്ലിഫയർ ചെയ്യണമെന്ന്. വാൽവ് എന്ന് ഉദ്ദേശിച്ചത് വാക്യൂം ട്യൂബാണ്. ഏകദേശം 1.5 മാസത്തോളം നീണ്ടുനിന്ന റിസർച്ചിനൊടുവിലാണ് ഇങ്ങനത്തെ ഒരു ആംപ്ലിഫയർ നിർമ്മിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചത്. കാരണം ഇന്നത്തെ ഇലക്ട്രോണിക് സിലബസുകളിൽ വാക്യൂം ട്യൂബ് എന്ന പേര് പോലും പരാമർശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സ്വന്തമായിട്ട് ഒരു പഠനം നടത്താൻ എന്നെ പ്രേരിപ്പിച്ചത്. വാക്യൂം ട്യൂബിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1906 ലീ ഡി ഫോറസ്റ്റ് എന്ന വ്യക്തിയാണ് വാക്യൂം ട്യൂബിൻ്റെ ആദ്യ രൂപമായ ട്രയോഡ് കണ്ടുപിടിക്കുന്നത്. അദ്ദേഹം ഇതിനെ ഓഡിയോൺ എന്നാണ് വിളിച്ചത്. കാഴ്ചയിൽ ഒരു ഇലക്ട്രിക് ബൾബിനെ പോലെ തോന്നിപ്പിക്കുമെങ്കിലും ഈ ഒരു ഉപകരണം ഇലക്ട്രോണിക്സ് മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് തന്നെ കാരണമായി. ആംപ്ലിഫിക്കേഷൻ എന്ന പ്രോസസ്സ് മനുഷ്യന് സാധ്യമായത് ഈ ഓഡിയോൺ ട്യൂബിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ്. ഏതാനും കിലോമീറ്ററുകൾ മാത്രം ചുരുങ്ങി നിന്ന ടെലിഫോൺ സംഭാഷണങ്ങളെ ലോകമെമ്പാടും വ്യാപിപ്പിക്കാൻ ഈ ഓഡിയോൺ ട്യൂബിന് കഴിഞ്ഞു. അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന സ്പാർക്ക് ഗ്യാപ്പ് മാർക്കോണി റേഡിയോ ട്രാൻസ്മിറ്ററുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഉയർന്ന ക്വാളിറ്റിയിൽ ഓഡിയോ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുന്ന AM ട്രാൻസ്മിറ്ററുകൾ നിർമ്മിക്കപ്പെട്ടതും ഈ ഓഡിയോൺ ട്യൂബിൻ്റെ സഹായത്തോടെയാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് റേഡിയോ കമ്മ്യൂണിക്കേഷനുകളെ കൂടുതൽ മെച്ചപ്പെടുത്താനും ഈ ഓഡിയോൺ ട്യൂബിന് സാധിച്ചു. പിന്നീട് ഈ ട്രയോഡിനെ പരിഷ്കരിച്ച് ടെട്രോഡ്, ഹെപ്സോഡ്, ഹെപ്റ്റോഡ് അങ്ങനെ ഒരുപാട് ടൈപ്പിലുള്ള ഓഡിയോൺ ട്യൂബുകൾ നിലവിൽ വന്നു. ഇന്നത്തെ കാലത്തും ഈ വാക്യൂം ട്യൂബുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആംപ്ലിഫയറുകൾ നിലവിലുണ്ട്. ഗിറ്റാർ ആംപ്ലിഫയറുകളിൽ പ്രീ ആംപ്ലിഫയറായിട്ട് ഉപയോഗിക്കുന്നത് വാൽവ് ആംപ്ലിഫയറുകളാണ്. ഷോർട്ട് വേവ്, മീഡിയം വേവ് റേഡിയോ ട്രാൻസ്മിറ്ററുകളിലെ RF പവർ ആംപ്ലിഫയറുകളിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നത് വാൽവാണ്. കാരണം മെഗാവാട്ട്സ് പവറിൽ റേഡിയോ സിഗ്നലുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടണമെങ്കിൽ ഈ വാൽവ് ആംപ്ലിഫയർ കൊണ്ടേ പറ്റുകയുള്ളൂ. ഇന്നത്തെ ഈ വീഡിയോയിൽ വാക്യൂം ട്യൂബ് ഉപയോഗിച്ച് എങ്ങനെ ഒരു ആംപ്ലിഫയർ നിർമ്മിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മാത്രമല്ല ഒരു ട്രയോഡ് അല്ലെങ്കിൽ വാക്യൂം ട്യൂബ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചും ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത വാക്യൂം ട്യൂബ് ആംപ്ലിഫയർ. EL84 എന്ന വാക്യൂം ട്യൂബാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ആംപ്ലിഫയറിന് വേണ്ടിയിട്ട് ഞാനൊരു PCB ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ PCBയുടെ ലേഔട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ആംപ്ലിഫയറിൽ 4 ട്രാൻസ്ഫോമറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ആംപ്ലിഫയറിലെ ഔട്ട്പുട്ട് നേരെ കൊടുത്തിരിക്കുന്നത് മറ്റൊരു പവർ ഓഡിയോ ആംപ്ലിഫയറിലേക്കാണ്. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ പറയാം. വാക്യൂം ട്യൂബ് ട്രയോഡിൻ്റെ ഡയഗ്രമാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഈ ട്രയോഡിന് 4 ഭാഗങ്ങളുണ്ട്. ഈ ഡയഗ്രത്തിൻ്റെ മുകളിൽ ഉള്ള ഇലക്ട്രോഡാണ് ആനോഡ്. പ്ലേറ്റ് എന്നും ഇതിനെ പറയുന്നു. ഈ ഇലക്ട്രോഡിൽ കൊടുക്കുന്നത് പോസിറ്റീവ് വോൾട്ടേജ് ആണ്. ഇതിലെ രണ്ടാമത്തെ ഇലക്ട്രോഡാണ് കാഥോഡ്. ഇതിൽ കൊടുക്കുന്നത് നെഗറ്റീവ് വോൾട്ടേജ് ആണ്. മൂന്നാമത്തെ ഇലക്ട്രോഡാണ് ഗ്രിഡ്. ട്രാൻസിസ്റ്ററിൽ ബേസ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെയാണ് ട്രയോഡിൽ ഗ്രിഡും പ്രവർത്തിക്കുന്നത്. മൂന്നാമത്തെ ഭാഗമാണ് ഹീറ്റർ. ടങ്സ്റ്റൺ ഫിലമെൻറ്റുകൾ കൊണ്ടാണ് ഈ ഹീറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. ആനോഡ്, കാഥോഡ്, ഗ്രിഡ് ഈ 3 ഇലക്ട്രോഡുകൾ ഉള്ളത് കൊണ്ടാണ് ഇതിനെ ട്രയോഡ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ട്രയോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ ആനോഡിലേക്ക് പോസിറ്റീവും കാഥോഡിലേക്ക് നെഗറ്റീവും കണക്ട് ചെയ്യുന്നു. ഹൈ വോൾട്ടേജ് DC പവർ സപ്ലൈ ആണ് ഇതിന് കൊടുക്കേണ്ടത്. ഏകദേശം 200-ൽ കൂടുതൽ വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമേ വാൽവുകൾ വർക്ക് ചെയ്യുകയുള്ളൂ. ഇപ്പോൾ ട്രയോഡിൻ്റെ ആനോഡിൽ പോസിറ്റീവും കാഥോഡിൽ നെഗറ്റീവുമാണ് ഉള്ളത്. നോർമൽ കേസിൽ കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവുകയില്ല. പക്ഷേ ഹീറ്ററിലേക്ക് ഒരു പവർ സപ്ലൈ കൊടുത്ത് അത് ചൂടാക്കുമ്പോൾ അതിൻ്റെ അടുത്തുള്ള കാഥോഡും ചൂടാകുന്നു. നെഗറ്റീവ് ചാർജുള്ള കാഥോഡ് ചൂടായി കഴിയുമ്പോൾ അവിടെ ഇലക്ട്രോൺ എമിഷൻ ഉണ്ടാകുന്നു. ഇതിനെയാണ് തെർമയോണിക് എമിഷൻ എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോണുകൾ നേരെ പോകുന്നത് ആനോഡിലേക്കാണ്.
കാരണം നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് ഓപ്പോസിറ്റ് ചാർജുകൾക്ക് അട്രാക്ഷനും സെയിം ചാർജിന് റിപ്പൽഷനും സംഭവിക്കുമെന്ന്. കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആകുന്നു. ആനോഡിൻ്റെ ഭാഗത്തായിട്ട് ഒരു അമ്മീറ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സൂചി ചലിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാഥോഡിൽ നിന്നും ആനോഡിലേക്കുള്ള ഇലക്ട്രോൺ ഫ്ലോയെ കൺട്രോൾ ചെയ്യുക എന്നതാണ് ഗ്രിഡിൻ്റെ പർപ്പസ്. ഇത് എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് വെച്ചാൽ, ഗ്രിഡിലേക്ക് ഒരു നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഗ്രിഡ് നെഗറ്റീവ് ചാർജ് ആകും. കാഥോഡിനും നെഗറ്റീവ് ചാർജാണ് ഉള്ളത്. അങ്ങനെ സെയിം ചാർജുകൾ അടുത്ത് വന്നാൽ അവ റിപ്പൽ ചെയ്യപ്പെടും. അങ്ങനെ കാഥോഡിൽ നിന്നും ആനോഡിലേക്കുള്ള ഇലക്ട്രോൺ ഫ്ലോ അവിടെ കൺട്രോൾ ചെയ്യുന്നു. ഗ്രിഡിലുള്ള നെഗറ്റീവ് ചാർജിൻ്റെ തോത് അനുസരിച്ച് നമുക്ക് ഈ ഇലക്ട്രോൺ ഫ്ലോ കൂട്ടുവാനും കുറയ്ക്കുവാനും സാധിക്കും. ഗ്രിഡിൽ സംഭവിക്കുന്ന ചെറിയ വോൾട്ടേജ് ചേഞ്ചസ് പോലും അത് ആനോഡിൽ വലിയൊരു ചേഞ്ചാണ് വരുത്തുന്നത്. അതുകൊണ്ടാണ് ആംപ്ലിഫിക്കേഷൻ എന്ന പ്രോസസ്സ് വാൽവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാഥോഡിൽ നിന്നും ആനോഡിലേക്കുള്ള ഇലക്ട്രോൺ ഫ്ലോയെ ഒരു മിഡ് റേഞ്ചിൽ സെറ്റ് ചെയ്തുകൊണ്ട് ഒരു ക്ലാസ് എ ആംപ്ലിഫയർ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ഗ്രിഡിലേക്ക് ഒരു ചെറിയ സിഗ്നൽ കൊടുത്തുകൊണ്ട് അതേ സിഗ്നലിൻ്റെ എക്സാക്റ്റ് കോപ്പി ആനോഡിൽ നിന്നും നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഒരു ട്രയോഡിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇനി ഉണ്ടാക്കിയെടുത്ത ഓഡിയോ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നമുക്ക് നോക്കാം. ഇതിൻ്റെ വാൽവ് ഡയഗ്രത്തിൽ ഒന്നിൽ കൂടുതൽ ഗ്രിഡ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം EL84 എന്ന വാൽവ് പെൻറ്റോഡ് ടൈപ്പാണ്. അതിൻ്റെ ഡയഗ്രമാണ് ഇത്. ഇതിൽ അഡീഷണലായിട്ട് വരുന്ന ഗ്രിഡുകളുടെ പേരാണ് സ്ക്രീൻ ഗ്രിഡ്, സപ്രസർ ഗ്രിഡ്. ഇവിടെ ഓഡിയോ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു 12 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറാണ്. ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ എന്നറിയപ്പെടുന്ന പ്രത്യേകതരം ട്രാൻസ്ഫോമറുകളാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചത്. ഇതിൽ നിന്നും വരുന്ന ഓഡിയോ ഔട്ട്പുട്ട് വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് മറ്റൊരു പവർ ആംപ്ലിഫയർ കൂടി ഞാൻ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തത്. ഈ വാൽവിനാവശ്യമായ ഫിലമെൻ്റ് വോൾട്ടേജ് കൊടുക്കാനാണ് ഒരു 6 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 2 ചെറിയ ട്രാൻസ്ഫോമറുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ഐസൊലേഷൻ ട്രാൻസ്ഫോമർ ആയിട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 ട്രാൻസ്ഫോമറുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് കണക്ട് ചെയ്താണ് ഈ ഐസൊലേഷൻ ട്രാൻസ്ഫോമർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. 230 വോൾട്ടാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. പക്ഷേ സപ്ലൈ വോൾട്ടേജിൽ നിന്നും അത് എടുക്കുന്നതിന് പകരം ഐസൊലേഷൻ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സേഫ്റ്റി കിട്ടും. റെക്ടിഫയറും ഫിൽറ്ററും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു DC ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. EL84ലെ ഫിലമെൻ്റ് കത്തി നിൽക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വാൽവ് ഓൺ ആണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. ഫ്രണ്ട്സ്, ഇനി ഈ വാൽവ് നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അതിനായിട്ട് അതിൻ്റെ പവർ സപ്ലൈ ഓൺ ആക്കണം. പവർ സപ്ലൈ നോയ്സ് ആണ് ഇപ്പോൾ ഇതിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഓഡിയോ ഇൻപുട്ട് കൊടുക്കാം. ഓഡിയോ ഇൻപുട്ട് കൊടുത്താലും കുറച്ച് സമയം കഴിഞ്ഞ് മാത്രമേ ആംപ്ലിഫയറിൽ നിന്നുള്ള ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം വാൽവിനുള്ളിലെ ഫിലമെൻ്റ് ചൂടായി ഇലക്ട്രോൺ എമിഷൻ നടക്കുന്നതിന് കുറച്ച് സമയം ആവശ്യമാണ്. ഇതിനെ ട്യൂബ് വാം അപ്പ് എന്നാണ് പറയുന്നത്. കുറച്ച് സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നമുക്ക് ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇനി ഈ ട്യൂബ് ആംപ്ലിഫയർ നമുക്കൊന്ന് ഓഫാക്കി നോക്കാം.
കപ്പാസിറ്ററിലെ വോൾട്ടേജ് കുറയുന്നത് കൊണ്ടാണ് ഓഡിയോ ഇങ്ങനെ ഡൗൺ ആവുന്നത്. ഹീറ്റർ ഓഫായാലും കുറച്ചു നേരത്തേക്ക് കാഥോഡിൽ ചൂട് കാണും. തെർമിയോണിക് എമിഷൻ അപ്പോഴും നടന്നുകൊണ്ടിരിക്കും. വാൽവ് ആംപ്ലിഫയറുകൾ അധികമാരും യൂസ് ചെയ്യാത്തതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് വാൽവ് ആംപ്ലിഫയറിൻ്റെ വലിപ്പം. ഒരു ചെറിയ ആംപ്ലിഫയർ ഉണ്ടാക്കുമ്പോൾ തന്നെ എന്തുമാത്രം വലിപ്പമാണ് അതിന് വരുന്നത് എന്ന് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടതാണ്. മറ്റൊരു കാരണമാണ് ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ്. 230 വോൾട്ടാണ് ഞാൻ ഇതിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുത്തത്. പക്ഷേ ഒരു ട്രാൻസിസ്റ്ററാണ് ഞാൻ ഉപയോഗിക്കുന്നതെങ്കിൽ 5 വോൾട്ടോ 12 വോൾട്ടോ നമുക്ക് ഇഷ്ടമുള്ള ചെറിയ ലെവലിലുള്ള DC വോൾട്ടേജ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഒരു വാക്യൂം ട്യൂബ് തറയിൽ വീണാൽ അതിൻ്റെ ഗ്ലാസ് പൊട്ടാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. പക്ഷേ ട്രാൻസിസ്റ്ററാണ് തറയിൽ വീഴുന്നതെങ്കിൽ അതിന് യാതൊരു തരത്തിലുള്ള കേടുപാടും സംഭവിക്കില്ല. ഇനിയും ഒരുപാട് കാരണങ്ങൾ വേറെയുമുണ്ട്. പക്ഷേ നമ്മൾ ഒരു ഉപകരണം സ്വന്തമായിട്ട് നിർമ്മിച്ച് അത് വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇന്നത്തെ വാൽവ് ആംപ്ലിഫയർ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല വ്യത്യസ്തമായ വീഡിയോകൾക്കായി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു കിടിലൻ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമോൻ. ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്.